സിസ്റ്ററാണ്. അവരുടെ ലവ് മാരേജ് ആണ്. കുറെ നാളായി പൊളിച്ചും പാത്തും ഒക്കെ കൊണ്ട് നടന്നും പൊളിച്ചു പോയി ചായ ഉടുപ്പും അവളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ പോയി ചായ ഉടുപ്പും അതൊക്കെ നമ്മൾ അറിയാതെ കുറെ നാൾ കണ്ട് നടന്ന ഒരു റിലേഷനാണ് ഇന്ന് കല്യാണം വരെ എത്തി നിൽക്കുന്നത്. അഴകാന കാതൽ കടലായി അഴിയാത മുത്ത് മണിയായി മുകിലേ തിരാത പൊൻസാരൽ എன்ற ഇവരുടെ ലവ് മാരേജ് ആണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴേ അറിയാം, കാരണം നമ്മളെല്ലാരും ഒരു ടീമായിട്ട് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഇവന്റെ എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് അറിയാം. പിന്നെ ആളെങ്ങനെയെന്ന് വെച്ചാൽ നല്ല കമ്പനിയാണ്, പാവമാണ്, കുറച്ച് ദേഷ്യമൊക്കെ വരുന്ന ആളാണ്. പക്ഷെ നമ്മളോടൊന്നും അങ്ങനെ ദേഷ്യപ്പെടത്തില്ല. കാരണം നമ്മൾ അത്രയും ഒരു ഗ്യാങ് ആയിട്ട് നിന്ന് എന്താണ് മെച്ച കമ്പനി ആയിട്ട് നിൽക്കുന്ന ഒരു ടീമാണ്. കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. കണ്ണോരം കണ്ണാടി പോലെ പൊന്നാര്യൻ മിന്നിമാഞ്ഞേ കാറ്റൊന്നു മൂടി കേൾക്കാത്തോരീണം. പാർവതിക്കും എൻ്റെ അണ്ണനും കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ലപോലെ ജീവിക്കാൻ സാധിക്കട്ടെ. രണ്ടുപേരും അടിയൊന്നും കൂടാതെ നല്ലപോലെ പോകട്ടെ. இரண்டு மனவினை